ഇറയോന്റെ കൽപ്പനക്കില്ല ബദല് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം. സംഗതി അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കാഴ്ച വെല്ലുവിളിയിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് തോന്നുക. കാരണം ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഈ ലോകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹം എന്ന് പറയുന്നത് കാഴ്ചയുള്ളവർക്ക് വേണ്ടി കാഴ്ചയുള്ളവർ തന്നെ നിർമ്മിച്ചൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ട് പാടുമോ എന്നുള്ളൊരു ചോദ്യം പൊതുവെ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഈ കാഴ്ച പരിമിതി അല്ലെങ്കിൽ കാഴ്ച ഇല്ലാത്തവരെല്ലാവരും പാട്ട് പാടുന്ന ആളുകളാന്നുള്ളൊരു പൊതുധാരണ നമ്മളെ സമൂഹത്തിനൊക്കെ ഉണ്ട്. അപ്പം അതും എങ്ങനത്തെ പാട്ട് മീൻസ് ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുള്ളത് കാഴ്ച എന്താണ് പാട്ട് പാടാറുണ്ടോ എന്ന് മാത്രമാണ്. പക്ഷെ എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവം അവര് പറയുന്നത് കേൾക്കാം. ഇന്ന് എവിടെയായിരുന്നു പരിപാടി എന്നുള്ള ചോദ്യം വരെ അവർക്ക് നേരിട്ടിട്ടുണ്ട്. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. നിസാർ മാഷ് ഒരുപക്ഷെ പറഞ്ഞാൽ അറിയുണ്ടാവും. ഒരുപാട് റിയാലിറ്റി ഷോകളിലൂടെ ഒക്കെ ആളുകളെ പിന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളെ ട്രെയിൻ ചെയ്ത് നല്ലൊരു പിന്നെ മേഖലയിലേക്ക് എത്തിച്ച ഒരു വളരെ മികച്ചൊരു അധ്യാപകനാണ് നിസാർ മാഷ്. പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഒരാളാണ് സാറ് ബ്ലൈൻഡ് സ്കൂളിലെ സംഗീതാധ്യാപകനാണ്. അപ്പോൾ സാറാണ് എൻ്റെ പാട്ടിലേക്കുള്ള കഴിവിനെ തിരിച്ചറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലോത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള പാട്ടുകൾ പിന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പിന്നെ ചെറിയ പ്രോഗ്രാമുകൾ തന്നു. സമ്പൂർണ്ണതീനിൽ തിളങ്ങുമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ബിഹാജറ. ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഒരു വർഷം നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷനിൽ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ വർഷത്തിൽ തന്നെയാണ് എനിക്ക് ദുബായിൽ പോകാനൊരു അവസരവും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയും ദുബായിലേക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാനും ദുബായിൽ പോകാനൊക്കെ ഉള്ളൊരു അവസരം എബിലിറ്റി ഫൗണ്ടേഷന് ഒരുക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്ന ബലിപെരുന്നാളിൻ്റെ സുദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഒരുപാട് പെരുന്നാളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്, കേൾക്കുവാനുണ്ട്. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ അഭിമുഖമായി വിശേഷങ്ങൾ അറിയാനും പാട്ടുകൾ കേൾക്കുവാനും പാടുവാനും ഒക്കെ നമ്മുടെ കൂടെയുള്ളത് ഏറെ പ്രശസ്തനായ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കേരളത്തിലുടനീളം പല പ്രോഗ്രാമുകളിലായിക്കൊണ്ട് തൻ്റേതായ ശബ്ദമാധുര്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് മുന്നിൽ പാടിത്തന്ന, നമ്മെ ആസ്വദിപ്പിച്ച മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് സ്വദേശിയായ ആഷിഖ് നമ്മുടെ കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആഷിഖുമായി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പാട്ടുകൾ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. നമ്മുടെ പെരുന്നാളിൻ്റെ ഒരു സന്തോഷ ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെരുന്നാൾ എന്ന് പറയുന്ന സമയത്ത് ബലിപെരുന്നാൾ എൻ്റെ സുദിനത്തിലാണ് ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ചെറുപ്പകാലത്ത് ചെറുതാകുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോൾ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു കൗതുകമായിട്ട് ഇങ്ങനെ മാറുന്ന ഒരു വിശേഷം ഉണ്ടായി. കുടുംബങ്ങളെ സന്ദർശിക്കുക, അതേമാതിരി പിന്നെ ഭക്ഷണം, അതുപോലെ നല്ല വസ്ത്രം. പക്ഷെ നമ്മള് വലുതാവും തോറും അതിന്റെ ഒരു പൊലിമയും കാര്യങ്ങളൊക്കെ അത് നമ്മളെ മനസ്സിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നുള്ളൊരു വിഷയത്തിലേക്കാണ് വരുന്നത്. ഓക്കെ. പിന്നെ ആഷിഖ് ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കലാരംഗത്ത് എങ്ങനെയാണ് പെരുന്നാൾ സമയങ്ങളിലൊക്കെ ഈ
കലാജീവിതത്തിൽ അല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ? ഈ പെരുന്നാൾ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആകെ ഒരു പ്രോഗ്രാമാണ് ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ആ, അനീസ് കൂരാട് സംവിധാനം ചെയ്തിട്ട്, അനീസ് മാഷ് എന്ന മാപ്പിളപ്പാട്ടിൻ്റെ സംഗീത സംവിധായകനാണ്. അപ്പം അനീസ് കൂരാട് സംവിധാനം ചെയ്തിട്ടുള്ള ഇശൽ മലബാർ എന്ന് പറയുന്ന ദർശന TV സംരക്ഷണം ചെയ്തിട്ടുള്ള ഇശൽ മലബാർ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഈ പെരുന്നാളിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പരിപാടി ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ 5 അല്ലെങ്കിൽ 7 പഠിക്കുന്ന സമയത്താണ്, 7 ഓക്കെ, ആ സമയത്താണ് ആ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ പെരുന്നാൾ പരിപാടി എന്ന് പറയാൻ അധികമൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ സാധാരണ നമ്മളിപ്പോൾ കാഴ്ച ഒരു വെല്ലുവിളിയാണ് അല്ലേ, എന്നാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഈ മേഖലയിൽ എങ്ങനെയായിരുന്നു ഉണ്ടാകുന്ന ഒരു അനുഭവം? കാഴ്ചയില്ലാത്തൊരവസ്ഥയിൽ പാട്ടിലേക്കും അതുപോലെ തന്നെ പിന്നെ ആളുകൾ നിങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ. ഈ കാഴ്ച പരിമിതി എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ജന്മനാ കാഴ്ചയില്ലാതെയാണ് ജനിക്കുന്നത്. അപ്പം ഇപ്പോൾ നമുക്കറിയാം, വീട്ടിൽ മറ്റ് സഹോദരന്മാരൊക്കെ ഉണ്ട്. ഞാനാണ് മൂത്ത കുട്ടി. എനിക്ക് താഴെ 2 പെങ്ങന്മാരും 2 അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 5 മക്കളാണ് വീട്ടിൽ. അപ്പോൾ ഈ ജന്മനാ തന്നെ കാഴ്ച വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാഴ്ച എന്ന് പറയുന്നത് ഒരനുഭവമല്ല, അയാൾ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കാഴ്ച പരിമിതി മീൻസ് കാഴ്ച വെല്ലുവിളിയിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് തോന്നുക. കാരണം ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഇപ്പൊ നിങ്ങൾ പറയാണ് ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഈ ഇരുട്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം കാഴ്ചയുള്ള ഒരു അവസ്ഥയെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ഒരു പരിമിതിയായിട്ട് തോന്നിയിട്ടില്ല. അതൊരു പരിമിതിയോ അല്ലെങ്കിൽ പരിമിതിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ ലോകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹം എന്ന് പറയുന്നത് കാഴ്ചയുള്ളവർക്ക് വേണ്ടി കാഴ്ചയുള്ളവർ തന്നെ നിർമ്മിച്ചൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ജീവിക്കാനുള്ള കുറച്ച് പരിമിതികൾ കാര്യങ്ങൾ ഒക്കെ പിന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് എന്ന് വിചാരിച്ച് ബാക്കിയുള്ളതിനൊന്നും തടസ്സം വരുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം 9ാം ക്ലാസ് മുതലാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. കാളികാവ് നിന്ന് നിലമ്പൂരിലേക്കാണ് ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറേ ആശങ്കകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് തരണം ചെയ്യാനും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹയാത്രികരോട് സംസാരിച്ചുകൊണ്ട് ഒക്കെ ആ ഒരു പ്രതിസന്ധികളെ മറികടക്കാനൊക്കെ നമുക്ക് സഹായകമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. അത് കാഴ്ച പരിമിതിക്ക് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ സാധാരണ സമൂഹത്തിൽ നിന്നും എനിക്കടക്കം ചോദ്യങ്ങൾ വരാറുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ട് പാടുമോ എന്നുള്ളൊരു ചോദ്യം പൊതുവെ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഈ കാഴ്ച പരിമിതി അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവരെല്ലാവരും പാട്ട് പാടുന്ന ആളുകളാന്നുള്ളൊരു പൊതുധാരണ നമ്മളെ സമൂഹത്തിനൊക്കെ ഉണ്ട്. അപ്പം അതും എങ്ങനത്തെ പാട്ട് മീൻസ് ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുള്ളത് കാഴ്ചയിൽ പാട്ട് പാടാറുണ്ടോ എന്ന് മാത്രമാണ്. പക്ഷെ എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവം അവര് പറയുന്നത് കേൾക്കാം, ഇന്ന് എവിടെയായിരുന്നു പരിപാടി എന്നുള്ള ചോദ്യം വരെ അവർക്ക് നേരിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കുന്നത് കാഴ്ച പരിമിതിയുള്ള എല്ലാവരും ഈ ഒരു പാട്ട്, അതായത് എന്താ പറയാ, നമ്മൾ ഈ പാട്ട് എന്ന് പറയുന്നത് ഈ പിന്നെ പല തരത്തിൽ യൂസ് ചെയ്യാലോ, ഉപയോഗിക്കാലോ. അപ്പം ജീവിതമാർഗമായിട്ടും പാട്ടിനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളെന്ന് പറയുന്നത്, ഇപ്പൊ ഞാനെന്ന് പറയുന്നത് പാട്ടിനെ അതിൻ്റെതായിട്ടുള്ള സോഷ്യൽ മീഡിയ തലത്തിലേക്കാണ് അതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ മേഖലയിലാണെങ്കിലും കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു പിന്നെ ഇതാണ്. പക്ഷെ കാഴ്ച ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് കാഴ്ച ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് കാഴ്ചയില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ചില പരിമിതികളുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ള നമുക്ക് പെരുന്നാളുമായി ബന്ധപ്പെട്ട് കുറച്ച് പാട്ടുകളും കാര്യങ്ങളിലൂടെ കടന്നു പോകാം. ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ ഇബ്രാഹിം നബിയുടെയും ആ ഒരു കുടുംബത്തിന്റെ മാതൃക അല്ലെ, നമുക്ക് ഒരുപാട് നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ പിൻപറ്റാൻ കഴിയുന്ന
പാഠങ്ങൾ അതിലുണ്ട്. തീർച്ചയായിട്ടും അപ്പം ആദ്യമായിട്ട് ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം അല്ലേ? ഇൻഷാ അല്ലാ. നമുക്കറിയാം ഇപ്പോൾ ആകാശഭൂമിക്ക് അധിപതിയായ എന്ന് പറയുന്ന ഒരു സോങ്ങിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്നോനെ അറുക്കാൻ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്നോനെ അറുക്കാം. ഇത് കേട്ട് ഞെട്ടി തെറിച്ചില്ല ഈമാൻ, ഇത് കേട്ടു പൊട്ടി കരഞ്ഞില്ല പൂമാൻ. ഓക്കെ, നമുക്ക് അത് പിന്നെ ഒരു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചെറിയ മോൻ അത്രയും ഒരു സമർപ്പണത്തിന് അല്ലെ അതിനൊന്ന് തയ്യാറാകുന്ന ഒരു കുടുംബത്തിന് മാതൃകയാവുന്ന എല്ലാ തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് ബലിപെരുന്നാളിലൂടെ ഇത് പറയുന്ന സമയത്ത്, ഈ ഒരു കൽപ്പന വന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കേട്ട് ബേജാറാവൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അതില് പറയുന്നുണ്ട് എന്താണ്, ബാപ്പാനോട് മകൻ തന്നെ പറയുന്നുണ്ട്, കഴുത്തിൽ വാള് വെക്കാൻ പറയുന്നുണ്ട്, ഇറയോന്റെ കൽപ്പനക്കില്ല ബദല് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു മകനായി, സത്യസന്ധതയുള്ള അല്ലെ, പടച്ചവൻ പറഞ്ഞാൽ അത് അനുസരിക്കുന്ന, അതിന് തയ്യാറാകുന്ന ഒരു മകനായിട്ട്, പ്രത്യേകിച്ച് ഈ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഏറെ കാത്തിരുന്ന് കിട്ടിയ ഒരു മകനാണ് ഇസ്മായിൽ. എന്നിട്ടും അതിനെ അറക്കാൻ വേണ്ടി പറയുമ്പോൾ എടുക്കുന്ന തീരുമാനം, ആ ഒരു തീരുമാനത്തിന്റെ ഒരു പിന്നെ ആ ഒരു ഇതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സമർപ്പണ ബോധം ഒക്കെ നമുക്കതിൽ കിട്ടും. ഇൻഷാ അല്ലാ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബലിപെരുന്നാളിൻ്റെ ഈ വേളയിൽ, ഈ സമയങ്ങളിൽ ഓർക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ, അതുപോലെ ഇസ്മായിൽ നബിയുടെ കുടുംബത്തെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ പറ്റിയുള്ള, അതുപോലെ തന്നെ ഹാജറ ബീവിയെ പറ്റിയുള്ള, അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ നമുക്ക് പിന്നെ ഏതെങ്കിലും ലഭ്യമാണ് എന്നുള്ളതാണ്. ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പാട്ട്, പഴയ പാട്ടൊന്നുമല്ല, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അത് അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ, ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതു നാരി ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ, ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതു നാരി ഹാജറ. സമ്പൂർണദീനിൽ തിളങ്ങുമി ഹാജറ, ത്യാഗങ്ങളേറെ സഹിച്ച ബിഹാജറ. അപ്പോ അതിലവിടെ ഒരു സമർപ്പണത്തിന് അല്ലേ, കുഞ്ഞിനെയും അതേപോലെ ഹജറ ബീവിയൊക്കെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് അല്ലേ ഒറ്റക്കാക്കുമ്പോൾ അതിനു വേണ്ടി ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു ത്യാഗത്തിന് വേണ്ടി സമർപ്പണം, ജീവിതത്തിൽ സമർപ്പിക്കുന്ന അതൊരു വനിത എന്ന നിലക്ക് അല്ലെ, ഒരുപാട് പിന്നെ ഗുണവിശേഷങ്ങളുള്ള ഒരു മാതൃകയായിരുന്നു ഹജറ ബീവി. ഓക്കെ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. പിന്നെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട അല്ലെ അക്കാദമിക് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, പഠനം, കലാലയ ജീവിതം, പ്രത്യേകിച്ച് ഇത്തരം ഒരു കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൂട്ടുകാരും മറ്റു ആളുകളൊക്കെ ഉള്ള സമീപനവും കലാലയ ജീവിതത്തിലെ ഒരു എങ്ങനെയാണ് പാട്ടിനോടും അതുപോലെ തന്നെ അത്തരം പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചാൽ. അതെ, സ്വാഭാവികമായിട്ടും കാഴ്ച പരിമിതിയുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ള രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഈ അക്കാദമിക് കാര്യങ്ങളിൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല തുടക്കകാലത്ത്.
അതായത് ഒരു ആശങ്ക, അതായത് നമ്മളെ ചുറ്റുള്ള ഞാൻ പറഞ്ഞല്ലോ, ഈ കാഴ്ചയുള്ളവർ ജീവിക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പൊ അതില് കാഴ്ചയില്ലാത്തവർ എങ്ങനെയാണ് അവർ ജീവിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും അവർക്ക് ധാരണ ഉണ്ടാവില്ല പൊതുവെ. അപ്പൊ പ്രത്യേകിച്ച് എന്റെ ഉപ്പയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുട്ടിക്കാണ് ഇങ്ങനത്തെ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ നടത്തിയിരുന്നു. അപ്പം അത് പിന്നെ ബ്രെയിനിൽ നിന്ന് കാഴ്ചശക്തിക്കുള്ള ഞരമ്പില്ല എന്നുള്ളതാണ് പിന്നെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മങ്കട ബ്ലൈൻഡ് സ്കൂള്, വള്ളിക്കാപറ്റ മങ്കട കേരള അന്ധവിദ്യാലയം, മങ്കട കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലാണ് എന്നെ ചേർത്തിട്ടുണ്ടായിരുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. അവിടെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ സംഗീതത്തിലുള്ള കഴിവ് അവിടുത്തെ സംഗീതാധ്യാപകനായിട്ടുള്ള നിസാർ തൊടുപുഴ, നിസാർ മാഷ് ഒരുപക്ഷെ പറഞ്ഞാൽ അറിയുണ്ടാവും. ഒരുപാട് റിയാലിറ്റി ഷോകളിലൂടെ ഒക്കെ ആളുകളെ, പിന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളെ ട്രെയിൻ ചെയ്ത് നല്ലൊരു പിന്നെ മേഖലയിലേക്ക് എത്തിച്ച ഒരു വളരെ മികച്ചൊരു അധ്യാപകനാണ് നിസാർ മാഷ്. പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഒരാളാണ് സാറ് ബ്ലൈൻഡ് സ്കൂളിലെ സംഗീതാധ്യാപകനാണ്. അപ്പോൾ സാറാണ് എൻ്റെ പാട്ടിലേക്കുള്ള കഴിവിനെ തിരിച്ചറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലോത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള പാട്ടുകൾ പിന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പിന്നെ ചെറിയ പ്രോഗ്രാമുകൾ തന്നു. പിന്നെ നാട്ടിലുള്ള പിന്നെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റി. ഈ മദ്രസ തലങ്ങളിൽ ചെറുപ്പം മുതൽ അങ്ങനെയാണല്ലോ വരിക. സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ മദ്രസ പരിപാടികളിലൊക്കെ നമ്മൾ ചെറിയ കുട്ടിപ്പാട്ടുകൾ കാര്യങ്ങളൊക്കെ പാടി, അങ്ങനെയാണ് ഈ പാട്ടിന്റെ ഈ ഒരു രംഗത്തേക്ക് പ്രാഥമിക വിദ്യാഭ്യാസം അങ്ങനെയാണ് വരുന്നത്. പിന്നെ അവിടുന്ന് ബ്രെയിൽ ലിപി പഠിച്ചു. സാധാരണ പെന്നുകൊണ്ട് എഴുതുന്ന പോലെ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ബ്രെയിൽ ലിപി പഠിച്ചു. നമ്മൾ തൊട്ടുകൊണ്ട് വായിക്കുന്നൊരു സംവിധാനമാണ് ബ്രെയിൽ ലിപി. അപ്പം അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് ഞാൻ നാട്ടിലുള്ള അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നാട്ടിലെ സ്കൂളിലും എനിക്ക് വളരെയധികം നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ബ്ലൈൻഡായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്കൂളിൽ. അപ്പം അവിടെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ, എൻ്റെ അക്കാദമിക്സ് ആണെങ്കിലും അതുപോലെ ഈ പാട്ടും പരിപാടിയാണെങ്കിലും അവിടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുമായിരുന്നു, സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ 8 മുതൽ +2 വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിലൊക്കെ എക്സാംസും കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് എഴുതാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 10ാം ക്ലാസ്സിൽ 8 A+ഉം ഒരു A ഒരു B+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ കഴിഞ്ഞിട്ട് +1 ഹ്യൂമാനിറ്റീസ് അവിടെ തന്നെ എടുത്തു. ഹ്യൂമാനിറ്റീസ് പഠിച്ചു. +2 കഴിഞ്ഞു. ഡിഗ്രി BA മലയാളം ഫറൂഖ് കോളേജിലാണ് ഡിഗ്രി ചെയ്തിട്ടുള്ളത്, മലയാളം. അവിടെയൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരും ഓരോ കോളേജുകളിൽ എത്തുന്ന സമയത്ത് പിന്നെ എന്താ പറയുക, ഓരോരുത്തരും നമുക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ എല്ലാവരും തന്നിട്ടുണ്ട്. കലാപരമായിട്ടാണെങ്കിലും അക്കാദമിക്സിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള പിന്നെ ആളുകളായിരുന്നു എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. ഫറൂഖ് കോളേജിലേക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫറൂഖ് കോളേജിലേക്കുള്ള യാത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും, വല്ലപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും. അല്ലാത്തൊക്കെ യാത്രകളൊക്കെ തനിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിനെന്തെങ്കിലും സംവിധാനം യാത്ര സഹായിക്കാൻ എന്തെങ്കിലും സ്റ്റിക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ആവശ്യമില്ലാത്തോണ്ടല്ല. നമ്മള് ഇപ്പം നമുക്കറിയാലോ, ഇപ്പൊ സാധാരണ കാഴ്ചയുള്ളവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുപോലെ ആവാനാണ് നമുക്കൊരു ആഗ്രഹം. പക്ഷെ ഇൻ കേസ് നമുക്കത് അതൊരു ഇതാണ് വൈറ്റ് കെയിൻ അതിന് പറയാം നടക്കണം. അപ്പൊ അത് കൈ പിടിച്ചിങ്ങനെ നടക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ഒരു ഇതുള്ള കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ ഇപ്പോ എന്താണെന്ന് അറിയില്ല, ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇങ്ങനെ അതിനോടൊക്കെ ഈ പിന്നെ കണക്റ്റഡ് ആയി ജീവിക്കുമ്പോൾ എനിക്കെന്തോ അതൊരു പിന്നെ ഇതായിട്ട് തോന്നുന്ന കാരണം. അപ്പം യാത്രകളൊക്കെ പിന്നെ അങ്ങനത്തെ സാധാരണയാണ്. പിന്നെ എന്താ പറയാ, എൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസ് കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് കോളേജുകളിൽ അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിൽക്കൊക്കെ പിന്നെ യാത്രകളൊക്കെ തനിച്ചാണ് ചെയ്യാറുള്ളത്.
പിന്നെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഒരു വർഷം നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷനിൽ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ വർഷത്തിൽ തന്നെയാണ് എനിക്ക് ദുബായിൽ പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എബിലിറ്റി ഒരുക്കിയ അവസരം അതേ വർഷത്തിലല്ല ഞാൻ പോയത്. ഞാൻ പോയത് 2024 മാർച്ചിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് അവിടെ ഷംസുദ്ദീൻ നെല്ലറ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള അവര് നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതാണ്. അപ്പൊ അതിൽ അങ്ങനെയും ദുബായിലേക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാനും ദുബായിൽ പോകാനൊക്കെ ഉള്ളൊരു അവസരം എബിലിറ്റി ഫൗണ്ടേഷന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് BEd മലയാളം BEdന് ചേരുന്നത്. 2023 ഓഗസ്റ്റിലാണ് ഞാൻ BEdന് ചേരുന്നത്. ടീച്ചിങ്ങിലേക്ക് വരാനുള്ളൊരു കാരണം, താല്പര്യം? ടീച്ചിങ്ങിലേക്ക് വരാനുള്ളൊരു താല്പര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖല കേവലം പഠിപ്പിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് കുറെ സംസാരിക്കലാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു മേഖല ആയതുകൊണ്ട് എടുത്തു. പിന്നെ കൂടുതൽ താല്പര്യം പിന്നെ കൂടുതൽ താല്പര്യം എന്നുള്ളതിലപ്പുറത്തേക്ക് പിന്നെ എന്താ വെച്ചാല് നമുക്ക് ഒരുപാട് സാധ്യതകൾ ഇന്ന് പിന്നെ നിയമപരമായിട്ട് സാധ്യതകളുണ്ട്. ഇപ്പൊ ഭിന്നശേഷി നിയമനമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്. പക്ഷെ മലയാളം എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം പിന്നെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം ഇപ്പൊ ട്യൂഷൻ ആണെങ്കിലും ആർക്കും മലയാളം ട്യൂഷനൊന്നും അധികം ആർക്കും അങ്ങനെ ആവശ്യമില്ലാത്തൊരു സബ്ജക്റ്റാണ്. കാരണം മലയാളം എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുമല്ലോ എന്നുള്ളൊരു കണ്ടീഷനാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കോളേജ് തലത്തിലൊക്കെ ആണെങ്കിലും അതൊരു വിദ്യാഭ്യാസത്തിന് തടസ്സമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച പരിമിതി അല്ലെങ്കിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല. പിന്നെ പലപ്പോഴും മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ BEdലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫുള്ള് പ്രാക്ടിക്കൽ വർക്കുകളാണ് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എഴുതാനുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മയാണ് ചെയ്തു തരാറുള്ളത്. ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ. കാരണം അതില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടീവാണ്. അപ്പൊ അതില് പിന്നെ BEdന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോഡൽസ് ഉണ്ടാക്കുക, ടീച്ചിങ് പിന്നെ കാര്യങ്ങൾ തയ്യാറാക്കുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്തു തരാറുള്ളത്. ക്ലാസ് എടുക്കാൻ കഴിയുമെന്നുള്ളതല്ലാതെ പിന്നെ നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, കാഴ്ചയുള്ളവരുടെ ലോകമാണ് ഇത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അഡാപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലത് നമ്മുടെ ആ ഒരു പരിമിതിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ എന്നുള്ളൊരു സംഗതി ഉണ്ട് അതിൽ. എന്തായാലും പൂർണ്ണമായൊരു പിന്തുണ കുടുംബ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ട്, സമൂഹത്തു നിന്നും കൂട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടായി. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും പിന്നെ പെരുന്നാളുമായി സന്തോഷത്തിലാണ് എല്ലാ ആളുകളും. നമുക്ക് കുറച്ച് പാട്ടുകൾ നമുക്ക് പാടാം. ഇലാഹായ പൂരാനോട് എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു ഗാനം പഴയ ഗാനമാണെങ്കിലും ഇതിന്റെ സന്ദേശങ്ങൾ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അറിയുന്ന അത് കുറച്ച് വരി പാടാം. ഓക്കെ. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇരവും പകലൊക്കെ അത് നേരത്തെ നമ്മള് മറ്റേ പറഞ്ഞല്ലോ, ഈ ആകാശഭൂമിക്ക് അധിപതിയായ എന്ന് പറഞ്ഞ പാട്ടില് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മകനെ അറക്കാൻ കൊണ്ടുപോകാൻ ആ ഒരു സന്ദർഭം. അപ്പൊ അതിലേക്കുള്ള പിന്നെ ഇരവും പകലും തേടിക്കൊണ്ടാണ് കിട്ടിയൊരു കനകക്കട്ടി എന്ന് പറയുന്ന ഇസ്മായിൽ നബിയെ പിന്നെ വിശേഷിപ്പിച്ച ഒരു വാക്കാണത്. അപ്പം അത്രയും കാത്തിരുന്ന് കിട്ടിയ ഒരു പിന്നെ നിധിയെ ആണ് നമ്മൾ പിന്നെ അറക്കാനുള്ള കൽപ്പന ലഭിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. ഇപ്പോഴാണ് അള്ളാഹുവിന്റെ ഒരു കൽപ്പന. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹ് കാട്ടി, അങ്ങനെ അറക്കണം എന്നുള്ളൊരു. അപ്പൊ അവിടെ സമർപ്പണത്തിന് വേണ്ടിയിട്ട് അവർ തയ്യാറാവുക. അത് ഒരു പരീക്ഷണാണ്. കാരണം അവര് തയ്യാറാവോ ഇല്ലയോ, ആ ഒരു മനസ്സിന്റെ ഒരു ധൈര്യത്തെയും അല്ലെങ്കിൽ ശക്തിയെയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും. അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു
ഒരു സന്ദേശം, ഒരു മാർഗ്ഗം, ഒരു മാതൃക കരുത്ത് നമുക്ക് വേണം എന്നുള്ളത്. ഇപ്പോ പലരും ഇപ്പോ ഈ പരീക്ഷണത്തിനെ ബന്ധപ്പെടുത്തിയിട്ട് നോക്കുമ്പോൾ ഒരിക്കലും സിമ്പതറ്റിക് ആയിട്ടല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ പലരും ആശങ്കപ്പെടുന്ന ഒരു ചോദ്യം, കാഴ്ചയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ഒരു കാര്യം പലപ്പോഴും സംസാരങ്ങളിലൊക്കെ വരാറുണ്ട്. നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും പലരും പലരോടായിട്ട് പിന്നെ ആശങ്ക അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലൊക്കെ പലപ്പോഴും തെളിഞ്ഞു വരുന്ന ഒരു ചിന്താഗതിയാണിത്. അപ്പൊ കാഴ്ച പരിമിതിയുള്ള ആളുകൾ, കാഴ്ചക്ക് മാത്രമേ പരിമിതി ഉള്ളൂ, അതിന് പകരം വേറൊരു മാർഗം അപ്പം തെളിഞ്ഞു വരും എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബ്രെയിലി ലിപി എന്ന് പറയുന്ന, ഇപ്പം സാധാരണ ആളുകൾ പെന്നും പുസ്തകവും പിടിച്ച് എഴുതുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അതവര് അവരുടേതായിട്ടുള്ള ഒരു ലിപിയുണ്ട്, അവരുടേതായിട്ടുള്ള അക്ഷരങ്ങളുണ്ട്. പെന്നുകൊണ്ട് ഒരു ഷേപ്പിൽ എഴുതി കഴിഞ്ഞാൽ ഇന്ന അക്ഷരമാണ്, അതൊരു അംഗീകരിക്കപ്പെട്ട ഒരു ലിപിയാണ്. അപ്പൊ അതുപോലെ തന്നെ കാഴ്ച പരിമിതി ഉള്ളവർക്കും അവരുടെ ഭാഷയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ലിപിയാണ് ബ്രെയിലി ലിപി. ഇപ്പൊ നിങ്ങളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഞാനും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കൊണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അതിൽ സ്പീച്ച് ഔട്ട്പുട്ട് വരുന്ന ഒരു സംവിധാനം ഫോണിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മെത്തേഡുകളുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ബലിപെരുന്നാളുമായി നമ്മൾ ഓർക്കുമ്പോൾ മക്ക, മദീന സ്ഥലങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും കഅബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഒക്കെ പടുത്തുയർത്തിയ കഅബാലയം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഓർക്കാനുള്ള സന്ദർഭങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വരികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പിന്നെ ഇപ്പൊ ഈ ഹജ്ജിന്റെ ഒക്കെ സമയമാണല്ലോ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാട്ട് കുറച്ചൊന്ന് പാടി വെക്കാം. കഅബ കാണാൻ കൊതിയേറെ കൽബിലുണ്ടെൻ തമ്പുരാനെ, കഅബ കാണാൻ കൊതിയേറെ കൽബിലുണ്ടെൻ തമ്പുരാനെ, മസ്ജിദുൽ ഹറം പോകുവാൻ, മക്കയിൽ ചെന്നണയുവാൻ, ഹജറുൽ അസ്വദ് മുത്തുവാൻ, സംസമുറവ കാണുവാൻ, തൽബിയത്തിൻ വചനമോദി പോകുവാൻ തുണ റബ്ബന, തൽബിയത്തിൻ വചനമോദി പോകുവാൻ തുണ റബ്ബന. കഅബ കാണാൻ കൊതിയേറെ കൽബിലുണ്ടെൻ തമ്പുരാനെ, കഅബ കാണാൻ കൊതിയേറെ കൽബിലുണ്ടെൻ തമ്പുരാനെ. ഓക്കെ, നമ്മുടെ ഏതൊരു മുസ്ലിമായ ഒരാൾക്ക് അല്ലേ, അതെ, ജീവിതത്തിൽ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹജ്ജ് നിർവഹിക്കാനും തീർച്ചയായിട്ടും അവിടെ കാണാനും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ആഗ്രഹങ്ങളാണ് ആ പാട്ടിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് ആളുകൾ ഹാജിമാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ത്യാഗത്തിന്റെ കഥകളൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത പാഠങ്ങളൊക്കെ നമുക്ക് ഓർക്കാവുന്ന ഒരു സുദിനങ്ങളിലൂടെയാണ് ഈ ദിനങ്ങൾ അല്ലെ, നമ്മുടെ ഈദിന്റെ ദിനങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈദ് ദിനങ്ങളിലൊക്കെ എല്ലാവരും സന്തോഷത്തിന്റെ വേളകളായിട്ട് മാറേണ്ടതാണ് അല്ലെ. പ്രയാസപ്പെടുന്ന രോഗങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് അത്തരത്തിൽ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സന്ദർശിക്കുവാനും അവരെ സന്തോഷത്തിന്റെ ഭാഗമാക്കുവാനുള്ള അവസരങ്ങളായിട്ടാണ് നമ്മുടെ ഈദിന്റെ ദിനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്തായാലും ആഷിഖ് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സൂചിപ്പിച്ചു അല്ലെ, പെരുന്നാളുമായി ബന്ധപ്പെട്ടതും ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ. പഠന കാലഘട്ടത്തിലും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് കലാലയങ്ങളിലും കോളേജുകളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നമുക്ക് കാഴ്ച പരിമിതിയുള്ള, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലുള്ള പഠന രീതികളും കാര്യങ്ങളും, പിന്നെ എന്ന് പറയുമ്പോൾ കാഴ്ച പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് സംവിധാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കാഴ്ച പരിമിതി എന്നുള്ള ഒരു പ്രശ്നത്തെ മറികടക്കാൻ, അതല്ലെങ്കിൽ ഒരു കാര്യം, ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്നുള്ള ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിന് നമ്മൾ
തുടക്കമിട്ട് കഴിഞ്ഞാൽ ഈ കാര്യം ചെയ്യാൻ വേണ്ടി കാഴ്ച പരിമിതി എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയാവും. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സാധാരണക്കാർ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കൈയും കാലും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ കാഴ്ചയില്ലാത്ത നടക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ഒരു ഇത് പലപ്പോഴും കണ്ടുവരുന്നത്. ഇപ്പൊ നമ്മള് പിന്നെ ഇറക്കവും കയറ്റമൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ പോകുന്ന സമയത്ത് സ്റ്റെപ്പുകളൊക്കെ ആകുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു സംവിധാനത്തിൽ വരുന്നുണ്ട്. പക്ഷെ എസ്പെഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ കാഴ്ച പരിമിതർക്ക് ഒരു കൂട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൈ പിടിക്കാൻ അല്ലെങ്കിൽ ചെറിയൊരു ഡയറക്ഷൻ കിട്ടിയാൽ അവർക്ക് ഏത് വഴിയിലൂടെയും കയറി വരാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അതിനുള്ള ഒരു തെളിവും കൂടെയാണ് താങ്കൾ പറഞ്ഞു വെക്കാൻ പറ്റും. ഒരുപാട് നേട്ടങ്ങൾ ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ കാഴ്ച ഇല്ലെങ്കിലും അല്ലെ കാഴ്ചയുള്ളവരെ പോലെ തന്നെ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ച ഒരു വ്യക്തി കൂടെയാണ്. അതിനകത്ത് പിന്നെ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യാത്രകൾ. അപ്പൊ ഞാന് ഇപ്പോൾ രണ്ടാമതും എനിക്ക് UAE പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ മാഗ്ബത്ത് മീഡിയ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ പബ്ലിക്കേഷന്റെ കീഴിൽ ദുബൈയിൽ വെച്ച് നടന്നിട്ടുള്ള ആദ്യ ഇവന്റിൽ തന്നെയാണ് എനിക്ക് ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇവിടെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കാണ് ഞാൻ ഫ്ലൈറ്റ് കയറി ദുബൈയിൽ വരെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് യാത്രകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫ്ലൈറ്റ് യാത്ര ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതായത് ആരും കൂടെ ഇല്ലാതെ വീട്ടിൽ നിന്ന് കൂടെ ആള് വേണമെന്നുള്ള അവർ ചോദിച്ചതായിരുന്നു. പക്ഷെ ഞാനാണ് പറഞ്ഞത് അസിസ്റ്റൻസ് വേണ്ട എന്നുള്ള ഒരു കാര്യം. കാരണം നമുക്കറിയാം ഏത് മേഖലയിൽ പോയാലും നമുക്ക് ഹെൽപ്പ് കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് എയർപോർട്ട് മേഖലയിലൊക്കെ നമുക്ക് എയർപോർട്ടിന്റെ എൻട്രൻസ് മുതൽ തിരിച്ച് ദുബൈ എയർപോർട്ടിന്റെ എൻട്രൻസിൽ നമ്മളെ കൂട്ടാൻ അവിടുന്ന് ആളുകൾ പിക്ക് ചെയ്യാൻ വരുമല്ലോ. അപ്പൊ ആളുകൾ പിക്ക് ചെയ്യാൻ വരുന്നത് വരെ അവിടുത്തെ നമുക്ക് എയർപോർട്ട് സ്റ്റാഫിന്റെ സേവനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. സേഫായിട്ട് പോയി സേഫായിട്ട് പോകുന്നു. അത്ര ആ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ കാഴ്ച പരിമിതി ഉള്ള ഒരു ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ബാക്കിയുള്ള എല്ലാ മേഖലകളും ആക്സസിബിൾ ആണ്. ഏറെക്കുറെ നമുക്ക് ട്രാവലിങ്ങിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ആക്സസിബിൾ ആണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി മലപ്പുറം ജില്ലയിൽ ഒരുപാട് നല്ല ആളുകൾ ഉണ്ട് പിന്നെ കൂടെ നിൽക്കാൻ. നമ്മൾ എവിടെയെങ്കിലും തനിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് പോകേണ്ടത് അവിടെ ആക്കി തരാൻ ഒരു നമ്മളെ അറിയ പോലും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്, അതെ, ലോകത്തുണ്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ആഷിഖ് നമ്മളുമായി പങ്കുവെച്ചു, നല്ല നല്ല ഗാനങ്ങളുമായി. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ ഒരു മേഖലയിൽ കലാജീവിതത്തിലൊക്കെ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലക്ക് ഇനിയുള്ള നേട്ടങ്ങളും പൂർത്തീകരിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചതിലും ഈ ഒരു ഇങ്ങനത്തെ ഒരു അഭിമുഖത്തിന്റെ ഭാഗമാവാൻ പറ്റിയതിലൊക്കെ ഒരുപാട് പിന്നെ സന്തോഷവും നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്താൻ. അതെ, റീകാസ്റ്റ് മീഡിയ ഇങ്ങനെ ആലോചിച്ച സമയത്ത് പിന്നെ ആഷിഖ് നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് തലങ്ങളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. വിളിച്ച സമയത്ത് തന്നെ വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയും അഭിമുഖം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് തന്നെ ഞങ്ങളെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും ഈദ് ആശംസകൾ ഒരിക്കൽ കൂടെ നേരുകയാണ്. ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ നേട്ടങ്ങളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലാസ്റ്റ് ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവസാനിക്കാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഒരു മക്കയെ കുറിച്ചിട്ടുള്ളൊരു പാട്ട് പാടാം. മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവിൽ കണ്ടു. അറിവിന്റെ കേദാരഭൂവിൽ കണ്ടു. മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവിൽ കണ്ടു.
അറിവിൻ്റെ കേദാരഭൂവിൽ കണ്ടു. ഓക്കെ, ഏറെ സന്തോഷമുണ്ട്. ഇത്രയും നേരം ഒരുപാട് നല്ല ശബ്ദമാധുര്യം കൊണ്ട് കേട്ടു നിൽക്കാൻ തന്നെ മടുപ്പില്ലാതെ നമുക്ക് കേട്ടു നിൽക്കാൻ അവസരം തന്ന ആഷിഖ് കളിക്കാവ് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈദ് മുബാറക്, ഈദ് ആശംസകൾ നേരുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പ്രയാസമുള്ള ആളുകളെ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ ചേർത്തു പിടിക്കേണ്ട സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, പാട്ടിലൂടെയൊക്കെ കാര്യങ്ങൾ, സന്ദേശങ്ങൾ മനസ്സിലാക്കി. എല്ലാവിധ ഖൈറും എല്ലാ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.